ഹായ് ഫ്രണ്ട്സ്, ബിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ ഉള്ളി സാമ്പാർ എളുപ്പം എങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ പണ്ട് അമ്മമാരൊക്കെ ഉണ്ടാക്കാറുള്ള ഉള്ളി സാമ്പാറില്ലേ, ആ ഉള്ളി സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണണമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഓളൊന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന ആ ഉള്ളി സാമ്പാർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു പിടി സാമ്പാറിൻ്റെ പരിപ്പ്, അത് നമ്മുടെ തോരപ്പരിപ്പുണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. 2 വടപ്പരിപ്പ് എടുക്കരുത് കേട്ടോ, ഇത് പരിപ്പ് എടുത്തോളാം. പിന്നെ നമ്മുടെ ഉള്ളിയാണ്, ഉള്ളി നമ്മുടെ ചെറുള്ളി ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ സാമ്പാർ ഉള്ളി എന്ന് പറഞ്ഞിട്ട് വരുന്നില്ലേ, ആ ഉള്ളിയും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാൻ സാമ്പാർ ഉള്ളി ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിത് കുറച്ച് ഒരു ടീസ്പൂണ് ഉഴുന്നെടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂണ് ഈ പരിപ്പ് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വറക്കാനായിട്ടാണ്. പിന്നെ നമ്മൾ മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, മുളക് പൊടി 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, നമ്മുടെ കാശ്മീരി മുളക് പൊടി അത് 1 ടീസ്പൂൺ. പിന്നെ നമുക്ക് വേണ്ടത് പുളി. അപ്പോൾ നമ്മുടെ കോൽപ്പുളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നമ്മുടെ ഇത്ര മതി ഇട്ടാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 2 പച്ചമുളക്, 2 വെളുത്തുള്ളി, മെയിൻ സാധനമാണ് നമ്മുടെ കായം, സാമ്പാറിലേക്ക് ആ കായം. പിന്നെ 2 മണി നമ്മുടെ ഉലുവ, നമുക്ക് കടുക് താളിക്കുമ്പോൾ ഇടാനുള്ളതാണ്. പിന്നെ നമ്മുടെ വറ്റൽമുളക് 2 എണ്ണം, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മുടെ സാധനം കടുക് പൊട്ടിക്കുക. ഇത്ര കൂട്ട സാധനങ്ങളാണ് നമുക്കിത് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സാമ്പാറിന് പരിപ്പ് കഴുകി കുക്കറിലിട്ടൊന്ന് വേവിക്കാം. നമ്മുടെ ഈ പുളിയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ പുളിയിലൊന്ന് അരിയിക്കാൻ വെക്കാം കേട്ടോ. നമുക്കത് ഒഴിച്ച് വയ്ക്കാം. പിന്നെ നമ്മുടെ പരിപ്പ് നമ്മൾ കഴുകിയിട്ടുണ്ട്, അത് നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞാൽ അതിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കാം. കുറേ അധികം വെള്ളമൊന്നും വേണ്ട, നമുക്ക് പരിപ്പ് വേവാനായിട്ടുള്ളത് ഒരു 1/2 ഗ്ലാസ്. പിന്നെ നമ്മുടെ ഈ ഉള്ളി ഉണ്ടല്ലോ, ഈ ഉള്ളി നമ്മൾ വലിയ ഉള്ളി കാണിച്ചൊന്ന് നടുമുറിച്ചിടാം കേട്ടോ. നമുക്ക് നടുമുറിക്കാം. ചെറുള്ളിയാണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ തന്നെ ഇടാം, അല്ലെങ്കിൽ ഇത്തിരി വലുപ്പുണ്ടെങ്കിൽ ഒന്ന് നടുമുറിച്ചിട്ട് ഇട്ട് കൊടുത്തു കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ അതിലിട്ട് നമുക്കൊന്ന് വിസിലടിക്കണം കേട്ടോ. അങ്ങനെ ഉള്ളി നമുക്ക് നമ്മുടെ ഉള്ളി നുറുക്കിയിട്ടുണ്ട്, അത് നമ്മുടെ പരിപ്പിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഈ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇല്ല, അതും കൂടി നുറുക്കിയിട്ട് കൊടുക്കും. വെളുത്തുള്ളിയുടെ അല്ലി ഒന്ന് നടുമുറിച്ചിട്ട് കൊടുത്താൽ മതി. അത് ഗ്യാസിന് ഇതിനൊക്കെ നല്ലതാണ്, നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ കായം ഇട്ട് കൊടുക്കാം. ഒരു 2 കറിവേപ്പില അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി ഉണ്ട്, അതും കൂടി ഇടാം. എന്നിട്ട് ഇത് മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഒരു 2 വിസിലുണ്ടായി മതി കേട്ടോ. അപ്പോൾ അത് വെന്ത് വരും. നമ്മുടെ ഈ ഉഴുന്നും പരിപ്പൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറക്കണം. അപ്പം അതിന് തീയില്ലാണ്ടൊന്ന് വറുക്കണം. അത് നമ്മൾ ചീഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ വലിയ തീയിൽ വേണ്ട കേട്ടോ, തീ കുറച്ചിട്ടിട്ട് വേണം നമുക്കിതൊന്ന് വറുത്തെടുക്കാനായിട്ട്. നമ്മൾ സാമ്പാർ പൊടിയല്ല ഉപയോഗിക്കുന്നത്, അതിന് പകരമായിട്ടാണ് നമ്മൾ ഈ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യണത് കേട്ടോ. പണ്ട് നമ്മൾ സാമ്പാർ പൊടിയൊന്നും ഉണ്ടാകില്ല, നമ്മൾക്ക് ഇതല്ലേ കിട്ടാറ്. അപ്പോൾ നമ്മൾ സാമ്പാർ നല്ല തിക്കാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉഴുന്നും പരിപ്പും കൂടിയിട്ട് നമ്മളൊന്ന് വറുക്കുന്നത്. ചിലർ നാളേരെ വറുത്തരയ്ക്കുന്നുണ്ട്, അതിന് പകരം നമുക്കിത് അരച്ചാലും നല്ല തിക്കായിട്ട് നമ്മുടെ സാമ്പാർ കിട്ടും. അതൊക്കെ കരിയാണ്ട് നമ്മളൊരു ബ്രൗൺ കളറാക്കി വറുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പും ഉഴുന്നും ഒരുവിധം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മല്ലിപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കാം.
അതിൻ്റെ ഒരു പച്ചമണം ഉണ്ടല്ലോ അത് മാറാനായിട്ട് അരി നമ്മൾ മല്ലിപ്പൊടി ഇടാം. അതൊന്ന് കുറച്ച് നേരം ഒന്ന് ചൂടാവട്ടെ കേട്ടോ. മല്ലിപ്പൊടി ഒന്ന് മണം മാറി വന്നിട്ടുണ്ട്. അപ്പം നമ്മളിത് ഇടുമ്പോൾ തീ കുറച്ചിട്ടിട്ട് വേണം കേട്ടോ അതൊക്കെ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് ഇതേപോലെ തന്നെ നമുക്ക് ഒന്ന് ചെറിയ തീയിലൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് അതിനൊക്കെ ഒരു പച്ചമണം ഉണ്ടല്ലോ അതൊക്കെ മാറും. അപ്പോൾ ഇതിനൊപ്പം തന്നെ നമ്മുടെ ഈ കാശ്മീരി മുളക് പൊടിയും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം എളുപ്പത്തിനാണ് നമ്മുടെ സാമ്പാർ പൊടിയിൽ നിന്ന് വന്നിട്ട് വരുന്നത്. അപ്പോൾ അതിട്ട് കൊടുത്താൽ എല്ലാ പണിയും കഴിഞ്ഞു. അതിന് നല്ലത് നമുക്ക് ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ലൊരു മണം നല്ല ടേസ്റ്റ് വേണം. അപ്പം ഇങ്ങനെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ 2 വിസിലായിട്ടുണ്ട്. നമുക്കത് ഓഫാക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇതൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിത് സ്റ്റവ് ഓഫാക്കി ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ പുളിയൊന്ന് നന്നായി വെള്ളത്തിലിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നന്നായി ഒന്ന് പിഴിഞ്ഞ് എടുക്കാം കേട്ടോ. നന്നായി അത് അരിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ കൊറ്റ മാറ്റി കളയാം. അപ്പോൾ നമ്മുടെ ഉഴുന്നും പരിപ്പും പിന്നെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടത് നന്നായി ചൂടാറിയെങ്കിൽ നമുക്കതൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. പരിപ്പും ഉള്ളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ആ കായത്തിൻ്റെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിത് സ്റ്റവ് കത്തിക്കാം. നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ നമ്മുടെ പുളിവെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. അത് നമ്മുടെ ഉള്ളിയുടെയും അതിൻ്റെയൊക്കെ നല്ലൊരു മണം നമുക്കിതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പുളിവെള്ളമൊക്കെ ഒഴിച്ച് സാമ്പാറിൻ്റെ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ച് വെച്ച് അരിപ്പുണ്ടല്ലോ അതെനിക്ക് ഒഴിച്ചു കൊടുക്കാം. അരച്ചതൊക്കെ നന്നായി ഇതിൽ ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മല്ലിയിലേക്ക് ഇട്ട് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. ഇനി നമുക്ക് കടുക് താളിക്കുന്ന കാര്യം നോക്കാം. ഒരു ചട്ടി വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സാമ്പാർ വെച്ച് കഴിഞ്ഞ് നമ്മൾ കുക്കറിലല്ലേ വെച്ചത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അത് മാറ്റി വെക്കണം കേട്ടോ. കുക്കറിൽ പുളി ഒഴിച്ചിട്ട് നമ്മൾ കൂടുതൽ നേരം വെക്കാൻ പാടില്ല. അപ്പോൾ നമ്മളത് ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂണ് കടുകിട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടി തുടങ്ങി. അപ്പോൾ നമ്മൾ 2 മണി ഉലുവ എടുത്ത് വെച്ചിട്ടില്ലേ അത് അരിച്ചിട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി കഴിഞ്ഞിട്ട് വേണം നമ്മൾ വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ തീയൊന്ന് കുറച്ചിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ കടുക് പൊട്ടുന്നതോട് കൂടിയിട്ട് നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ കരിയും. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം പൊട്ടി കഴിയുമ്പോൾ നമുക്കത് എടുത്ത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ കറിയിലേക്ക് പണ്ട് നമ്മുടെ അമ്മമാർ വയ്ക്കുന്ന ഉള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും നമുക്ക് ദോശ ഇഡ്ഡലിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയാൻ മറക്കരുത്. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.